അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ഒരു റിയാക്റ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ തീരെ അങ്ങനെ റിയാക്റ്റീവ് വീഡിയോസ് ഒന്നും ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര ആയ ഒരു കാര്യമായിട്ട് ഞാൻ പറയാൻ പോണത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ യൂട്യൂബിലെ ഗ്ലാമി ഗംഗയുടെ ഒരു വീഡിയോ. ഞാൻ ഇന്നാണ് കേട്ടോ ഞാൻ കണ്ടത്. ഇപ്പോൾ 2 മണിക്കൂർ മുന്നാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. വീഡിയോയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാമി ഗംഗക്ക് കുറേ പൂച്ചകളുണ്ട്. അപ്പോൾ പൂച്ചകളൊക്കെ ഒരു ദിവസം കൂടുമ്പോൾ ദിവസം തന്നെ 2-3 പൂച്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷം വെച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലാമി ഗംഗ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ഈ അടുത്ത് കുറച്ച് മുന്നായിട്ട് ഞാൻ ആ വീഡിയോ കാണാനിടയായി. എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. കാരണം നമ്മൾ മിണ്ടാപ്രാണികളോടൊക്കെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു മനസ്സിന് എന്തൊക്കെയോ ഒരു അലട്ടുന്ന പോലെ തോന്നി, അലട്ടുന്ന പോലെ ഫീൽ ചെയ്തിട്ടോ. വേറൊന്നല്ല, ഇപ്പോൾ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് പൂച്ചകളൊക്കെ വളർത്തുന്നത് എനിക്കിഷ്ടമല്ല, എനിക്ക് പേടിയാണ്. ഇഷ്ടമില്ലാതെ കാണാന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ്. കാരണം അവരെ നഖം തട്ടും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. എന്ന് വെച്ചിട്ട് പൂച്ചകൾ പുറത്ത് വെച്ച് കണ്ട് നമ്മൾ ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ ഞാൻ കൊടുക്കും. പിന്നെ മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് പൂച്ചകൾ പറഞ്ഞാൽ അവർക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സാധനത്തിനും നമ്മളിങ്ങനെ കൊന്നു കളയാണോ വേണ്ടത്? എനിക്ക് ആ ഗ്ലാമി ഗംഗയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്, വിഷം വെച്ചിട്ടാണ്, വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് ആ പൂച്ചകൾ മരിച്ചെന്ന്, തല അടിച്ച് ബ്ലഡ് വൊമിറ്റ് ചെയ്ത് എന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് നമ്മൾ മനുഷ്യന്മാരെ എവിടേക്കാണ് ഈ പോകുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മിണ്ടാപ്രാണികൾ അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെ വീട്ടിലൊന്ന് കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ഫ്രണ്ടിൽ എവിടെയൊക്കെ പോയി നപ്പിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഭക്ഷണം എന്താക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിന് നിങ്ങളാ വീട്ടുകാരോട്, ആ പൂച്ച എവിടെയാണ് വളർത്തുന്നത് ആ വീട്ടുകാരോട് പോയി പറഞ്ഞിട്ട് അവരെന്തെങ്കിലും പ്രതിവിധി ചെയ്തിട്ട് നിങ്ങളെ ഭാഗത്തേക്ക് വരാണ്ടിരിക്കാൻ, നിങ്ങളെ വീടിൻ്റെ ഭാഗത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യില്ലേ? പക്ഷേ അതിന് പകരം വിഷം വെച്ചിട്ട് ആ മിണ്ടാപ്രാണികളെ കൊന്ന് എന്ന് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയും, ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, ഭയങ്കര വിഷമമായി എനിക്ക്. കാരണം മിണ്ടാപ്രാണികളെ പോലും വെറുതെ വിടുന്നില്ല. കഷ്ടം തന്നെയാണ്. നിങ്ങളൊക്കെ മനസ്സ് എവിടേക്കാണ് പോകുന്നത്? നിങ്ങളൊക്കെ ഒന്നൊരു നിമിഷം ചിന്തിച്ച് നോക്കുക. നമ്മളെ വീട്ടിലുള്ള ഒരാൾക്കാണ്, നമ്മളെ വീട്ടിലുള്ള ആരാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മാനസികാവസ്ഥ എന്തായിരിക്കും? മൃഗങ്ങളോ മനുഷ്യന്മാരൊന്നുമില്ല, മൃഗങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ മൃഗങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നോ അവർ നമുക്ക് അത്രത്തോളം നമ്മളോട് നന്ദി കാണിക്കുന്ന ഒരു വർഗ്ഗമാണ്, പൂച്ചകളായാലും നായകളൊക്കെ ആയാലും. പക്ഷെ എനിക്ക് പേഴ്സണലി വീട്ടിലൊക്കെ പേടിയാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരും, ഇപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ട് ഇഷ്ടം പോലെ പൂച്ചകളുണ്ട്. അപ്പോൾ ആ പൂച്ച അവരോട് കാണിക്കുന്ന സ്നേഹം, അവർ തിരിച്ച് കാണിക്കുന്ന സ്നേഹമൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. എനിക്ക് നേരിട്ട് കണ്ട് അനുഭവപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഗ്ലാമി ഗംഗ പറയണ കേട്ടപ്പം ഭയങ്കര അവരാ വിഷമം, നിങ്ങൾ ആ വീഡിയോ കാണാത്തൊന്ന് കണ്ടു കൂടാ. അവരാ വിഷമം പറഞ്ഞ് എന്താ പറയുക, ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിപ്പോയി. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വിഷം വെച്ചിട്ട് കൊല്ലുക എന്തൊക്കെയാണല്ലേ? നമ്മൾ ആ മിണ്ടാപ്രാണിൽ ഒരു നേരത്തെ ഭക്ഷണം അല്ലെ നമ്മൾ ഇതേപോലെ തന്നെയാണ്. നമ്മൾ എന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത്? നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ കാര്യം നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നതില്ലേ? രാവിലെ മുതൽ വൈകിട്ട് പോയി നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നത് നമ്മൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ അവരൊരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ള വീട്ടിൽ കയറി അതിന് അവരെ വിഷം വെച്ചിട്ട് കൊല്ലുക. എനിക്ക് എന്താണ് നിങ്ങളോട് ഈ ചെയ്തവരോട് എന്താ പറയേണ്ടത്? നമ്മൾ ഒരു കാര്യം, നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരാളെ ഉപദ്രവിക്കുക, അല്ല മൃഗങ്ങളെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, നമുക്ക് ഏത് രീതിയിലാണ് നമുക്കത് തിരിച്ച് കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഇതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഇനിയും ആരെങ്കിലും ഇങ്ങനെ എന്താ പറയുക, മൃഗങ്ങൾ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അവരെ ഉപദ്രവിക്കേണ്ട, അവരെ പാട് നോക്കിയിട്ട് അവരെ ഹാല് നോക്കിയിട്ട് നടന്നോട്ടെ. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മളവരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് ഇനി ആരും തന്നെ ചെയ്യരുത് കേട്ടോ. അത്രയും വേദന ആയി എനിക്ക്, അത്രയും ഫീലായി എനിക്ക് ആ ഒരു വീഡിയോ. ആ വീഡിയോയിൽ ഗ്ലാമി ഗംഗ പറയുന്നത് കേട്ടപ്പോൾ, ഇപ്പോൾ ഗ്ലാമി ഗംഗ മറ്റുള്ള പൂച്ചകളൊക്കെ ഒരു ഇതിൽ കൊണ്ടുപോയി സുരക്ഷിതമായി ഇതാക്കി, അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ
ഗ്രാമികൾക്ക് ഉണ്ടായ വിഷമവും കാര്യങ്ങളും നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലാണോ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ചെയ്തവരോടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ചെയ്തവരാരാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഒരാൾ വിഷം വെച്ച് കൊടുക്കാണ്ട് എന്തായാലും ആ പൂച്ചകൾ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മാക്സിമം നമ്മൾ ആരും ഉപദ്രവിക്കേണ്ട, മൃഗങ്ങളായാലും മനുഷ്യന്മാരായാലും അങ്ങോട്ടൊന്നും ഉപദ്രവിക്കാണ്ട് നല്ല രീതിയിൽ ജീവിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് ആ ഒരു ന്യൂസ് ഞാൻ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി.